മാധവന്റെ വീടാണ്. മറ്റേ ആ ബാങ്കിന്റെ ഒരു കടക്കണിയിലൊക്കെ വെച്ച് മൂപ്പര് ചെറിയ മോളിപ്പോ ഇപ്പൊ പത്രത്തിൽ ന്യൂസൊക്കെ ഒന്നില്ലേനോ? അവളെ ചെറിയ മോൾക്ക് എന്തോ ഒരു മാധവൻ എന്ന് പറഞ്ഞ ഇതാണ് മാധവന്റെ വീട്, പഴയ വീട്. ഇതാണ് വീട്. ഇതാണ് വീട്. ഇവിടെ ഇപ്പൊ ആൾത്താമസം ഒന്നുമില്ല. ബാങ്ക് ഒന്നും ജപ്തി ചെയ്തിട്ടില്ല, എന്തൊക്കെയോ നടന്നിട്ടുണ്ട്. അവർ കുറേ കാലം ഇവിടെ ഉണ്ടായിരുന്നു അയാൾ മരിച്ചതിന് ശേഷം. ഞാൻ ഇവിടെ വന്നിട്ട് 10 കൊല്ലം ആയിട്ടുള്ളൂ. ചേട്ടാ എങ്ങനെയുണ്ട് ഇപ്പോ? വേദന ഉണ്ടോ? എന്തായിരുന്നു പറ്റിയത്? ഒന്നും ഓർമ്മയില്ല. അച്ഛന്റെ വീട് എവിടെയാണ്? എൻ്റെ വീട് മലയമ്മ, കോഴിക്കോട്. മലയമ്മയാണോ? മലയമ്മ. നമ്മൾ ഇവിടുത്തെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, മലയമ്മ ഐശ്വര്യ ഡോക്ടറെ അറിയോ? ഇല്ല, എനിക്കൊന്നും അറിയില്ല. അച്ഛൻ ചെറിയൊരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ടേ. ചെറിയൊരു വേദന ഉണ്ടാവും കേട്ടോ. കൂടെ ആരില്ലേ? ആരും അറിഞ്ഞിട്ടില്ല, വന്നിട്ടില്ല. മാഡം, ഇന്നലെ കാഷ്വാലിറ്റിയിൽ ആക്സിഡന്റ് ആയിട്ട് വന്ന പേഷ്യന്റ് മാഡത്തിന്റെ നാട്ടുകാരനാണ്. എന്താ പറ്റിയത്? അയാള് റോഡിൽ വീണ് കിടന്നിട്ട് ആരോ കൊണ്ടുവന്നതാണ്. കൂടെ നിൽക്കാനും ബില്ലടിക്കാനും ആരുമില്ല. എന്താ പേരെന്താ? പ്രഭാകരൻ, അങ്ങനെ എന്തോ. പ്രഭാകരൻ? കളി ഇപ്പൊ മുറ്റത്തുനിന്നായോ? അതെന്തേ? എല്ലാരും കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാ? ഭാഗ്യവശാൽ എല്ലാരും കണ്ട് സിനിമയിലെങ്ങാനും കിട്ടുകയാണെങ്കിലോ നമ്മളെ കുടുംബം രക്ഷപ്പെടില്ലോ അല്ലേ? നടക്കട്ടെ. എന്താച്ചാ കഞ്ഞി എടുക്കട്ടെ? ഡാൻസ് അല്ലേ, അത് കഴിഞ്ഞിട്ടാവാം. വേണ്ട വേണ്ട, കയ്യിന്ന് വരെ ഒന്നും കാത്തിരിക്കണ്ട. അച്ഛാ, അച്ഛാ, എന്താ മോളെ? എനിക്ക് കുറച്ച് വളകളൊക്കെ വാങ്ങിത്തരും. കുറച്ച് ഭംഗിയിലൊക്കെ നടക്കാനാണ് അച്ഛാ. അച്ഛന്റെ പൊന്നുമോൾക്ക് എന്തിനാ മോളെ ഇനി വള? ഏത് പൊന്നും കൊടുത്തിനും ഒരു പൊട്ടെങ്കിലും വേണച്ചാ. അല്ലേലും ഈ അച്ഛൻ ഇങ്ങനെ എന്നെയാ. അത്ര നല്ല സ്വഭാവമൊന്നും അല്ല കേട്ടോ. അല്ല, നീ ഇവിടെ വാചകം അടിച്ചോണ്ടിരിക്കുക? അമ്പലത്തിലൊന്നും വരുന്നില്ലേ? അശ്വതി ഒരുങ്ങി കഴിഞ്ഞിട്ടോ? അപ്പോഴേക്കും ഒരുങ്ങിയോ?
എന്തേ മോളെ? അച്ഛൻ പത്രം വായിക്കാ? ഇല്ലല്ലോ മോളെ, പത്രം വായിക്കുന്നില്ലല്ലോ. എന്താ എന്റെ മോള് പറ. എന്താ അറിയോ, എന്റെ ക്ലാസ്സിൽ നിന്ന് എല്ലാവരും ടൂറ് പോണ്ട്. ഒരുപാട് സ്ഥലം കാണാൻ പറ്റും. മലമ്പുഴ എന്നൊക്കെ പറയണത്. ഞാൻ പോണു അച്ഛാ. ചേച്ചിമാർ 2 ആളും പോയിട്ടുണ്ട്, ഞാൻ മാത്രമാ പോവാത്തത്. പോട്ടെ അച്ഛാ. അച്ഛാ, ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടോ. അശ്വതി, നീ വരുന്നുണ്ടോ? അച്ഛ ടൂർ? ഇവിടെ വാടി, അവളുടെ ഒരു ടൂറ്. ഞാൻ എന്നെ ഒന്ന് കാണാൻ വിചാരിച്ചേക്കേനി. ചെറിയൊരു കാര്യമുണ്ട്. എന്താണ്? എന്താച്ചാല് എനിക്ക് ചെറിയ എന്തെങ്കിലും കച്ചവടം തുടങ്ങണം. അതിന് കുറച്ച് പൈസ ആവശ്യമുണ്ട് കുട്ടികളെ പോറ്റാനേ. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. നീ എന്തെങ്കിലും ലോണോ മറ്റോ ബാങ്കിൽ നിന്ന് ശരിയാക്കി തരാൻ പറ്റുമോ? ബാങ്കിൽ നിന്ന് ഒരു ലോൺ റെഡിയാക്കിയാൽ പോരെ? നിങ്ങൾ ആധാരമായിട്ട് ബാങ്കിലേക്ക് വന്നോളി, ആധാരം കൊണ്ടുവരാം, റെഡിയാക്കി തരാം. ഈ ധൈര്യമായിട്ട് പോരെ. എന്റെ ഫ്രണ്ടാണ് ഉള്ളത്. ചേച്ചി, അച്ഛൻ വന്നു. ആ, അമ്പലത്തിൽ പോയാലൊക്കെ എപ്പോൾ എത്തി? മോളെ അശ്വതി, മോളിനി അകത്ത് പോയിരുന്ന് പഠിച്ചോട്ടോ. മോളെ വാ, ഇവിടെ ഇരിക്ക്, അച്ഛനൊരു കാര്യം പറയട്ടെ. മോളെ, ഞാൻ ഇന്ന് എൻ്റെ സുഹൃത്ത് പ്രഭാകരനെ കണ്ടിരുന്നു. ഞാൻ അവനുമായിട്ട് ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. എനിക്കും നിങ്ങൾക്കൊക്കെ പ്രായം ഏറി വരികയാണ്. മരിക്കുന്നവരെയെങ്കിലും കുറച്ചു കാലം സുഖമായി ജീവിക്കേണ്ടേ? ഇതൊക്കെ ഓർത്തിട്ട് അച്ഛനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഒരു കച്ചവടം തുടങ്ങുക. അച്ഛൻ ഇതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത്? നീ അറിയേണ്ടതാണ് ഇതൊക്കെ. 13-ാം വയസ്സിൽ അടുക്കളയിലേക്ക് വലിച്ചെറിയപ്പെട്ടവളാണ് നീ. ഇനിയും നീ കഷ്ടപ്പെടുന്നത് കാണാൻ ഈ അച്ഛന് വയ്യ മോളെ. അതുകൊണ്ടാണ് ഈ അച്ഛൻ. അച്ഛൻ എന്ത് ചെയ്താലും മക്കളായ ഞങ്ങൾ കൂടെ ഉണ്ടാവും. അറിയാം, എനിക്കറിയാം. മക്കൾ ആരും എൻ്റെ ഹൃദയത്തിൽ ഒരു മുള്ളും വലിച്ചിടൂല, അത് എനിക്കറിയാം. ചെല്ല്, മോൾ അത്താഴം എടുത്ത് വെക്ക് പോയിട്ട്. ഓതാവാ ഇങ്ങോട്ടോക്ക്. ഇങ്ങോട്ട്. ഇവിടെയാണോ തന്നെ ഏടെങ്കിലും ഒപ്പിടും മാധവാഞ്ഞി. കച്ചവടം തുടങ്ങി പൈസക്കാരനായിട്ട് ഞമ്മക്കൊരു ബാങ്കൊക്കെ തുറക്കണം. അതാവുമ്പോ പൈസ എപ്പോഴും റോൾ ചെയ്യാലോ. നമ്മളെ നമ്പറാണോ വിളിച്ചത്? മോളെ കേറുന്നില്ലേ? ഇല്ലല്ല, കേറുന്നില്ല. നമ്മളൊന്ന് വേണ്ട ചായ ഇപ്പൊ വേണ്ട, നമ്മ വന്നിട്ട് കുടിക്കാം. നിങ്ങള് വരി. ഇത് ചായ കുടിച്ചിട്ട് പോവാ. സാധനമായിട്ട് കുടിക്കേ. ഇങ്ങോട്ട് വരി. എന്നാ നമുക്ക് പോയിട്ട് വരാം. പോയിട്ട് വരാം. എന്നാ അതെടുത്ത് അതേ വെക്ക്.
ആ എന്നാ മോളെ മേശയിൽ നല്ലവണ്ണം എടുത്തു വെക്കിട്ടോ. പണ്ട് സ്കൂളിൽ പോകാണ്ട് ഇവിടെ വന്ന് ഒത്തിരിക്കുന്ന ഓർമ്മ ഉണ്ട് എനിക്ക്. ഒടുക്കത്തെ കാറ്റാ. എനിക്ക് എന്നോടൊരു കാര്യം പറയാനുണ്ട്. ഒരു ചെറിയ സഹായം നീ എനിക്കും ചെയ്യണം. അത് നീ എനിക്ക് ചെയ്തു തന്നേ പറ്റൂ. ഒന്നും വിചാരിക്കരുത്. ആ പണം ഒരാഴ്ചത്തേക്ക് എനിക്ക് തരണം. ഒരു ചെറിയ സഹായം അത് നീ എനിക്ക് ചെയ്തു തരണം. ഒന്നുമില്ല, ഞാനല്ലേ പറയുന്നത്. എന്തത്ര ആലോചിക്കാനേ, നിനക്കെന്നെ വിശ്വാസമില്ലേ? വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, മനസ്സിലാക്കിയോടത്തോളം ഒപ്പം ഇരുന്ന് പഠിച്ചവന്റെ ചങ്കോർപ്പാണ് എനിക്ക് തന്നെ നല്ല വിശ്വാസം. എന്നാലും ഈ രാവിലെ പുരയിലേക്ക് വാ, ഞാൻ മോളായിട്ടൊന്ന് സംസാരിക്കട്ടെ. മോളെ ലക്ഷ്മി, എന്താച്ചാ? മോള് കിടന്നോ? ഇല്ലല്ലോ. ഇരുന്നോ മോൾ അവിടെ ഇരിക്കി. മോളെ, നമ്മളെ പ്രഭാകരനെ നമ്മളാ ബാങ്കിൽ നിന്ന് എടുത്ത പൈസ വേണമെന്ന് പറയുന്നുണ്ട്, ഒരാഴ്ചത്തേക്ക് വേണമെന്ന് പറയുന്നുണ്ട്. അതൊന്ന് അവന് കൊടുത്താലോ? അത് ശരിയാവോ? അതെന്താ അങ്ങനെ? അവൻ എൻ്റെ ഒറ്റ സുഹൃത്തല്ലേ. അവൻ എന്നെ വഞ്ചിക്കുവോ? അവൻ ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാൻ പറ്റുമോ മോളെ? അയാൾ വഞ്ചിക്കില്ല എന്താ ഉറപ്പ്? എൻ്റെ വയറ് മുറുക്കി അവനെ ഊട്ടിയവനാണ് ഞാൻ. അവൻ എന്നെ ചതിക്കുവോ? ആ, എല്ലാം അച്ഛൻ്റെ ഇഷ്ടം പോലെ. അച്ഛാ, ഇതാ പ്രകാരേട്ടൻ. ആ വാ പ്രഭാര, ഇരിക്കി. ഇങ്ങോട്ട് കൊണ്ടാ. മോളെ, ആ പൈസ അങ്ങോട്ട് എടുത്തോ. ഈ ചായ കുടിക്കേ. പ്രഭാകര, എൻ്റെ എല്ലാം ആണിത്. ഇത് എൻ്റെ വീടിൻ്റെ കാര്യം എനിക്കറിയാലോ, എൻ്റെ മക്കളെ കാര്യം എനിക്കറിയാം. ഇതിന് യാതൊരു മുടക്കവും വരുത്തരുത്. നീ എന്താ മാധവ ഇങ്ങനൊക്കെ പറയുന്നേ? എന്നെ നിനക്കറിയില്ലേ? ഇതെൻ്റെ എല്ലാം ആണെന്നുള്ള ഓർമ്മ എനിക്ക് വേണം കേട്ടോ. എന്നാ പോയിട്ട് വരിക. ആ ആയിക്കോട്ടെ. ഹലോ, കുറെ നേരമല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കണ്. ഇതൊരു കച്ചവടപ്പീടിയാണ്, നമ്മളെ ശല്യം ചെയ്യരുത്. ഒന്ന് എണീറ്റ് പോവാൻ നോക്കി. കണ്ടോ, ഒരു ചെങ്ങായി അവിടെ കൊന്നുത്തിരിക്കണ്. കുറെ സമയായി. ഒരു സഞ്ചും കാണുന്നുണ്ട്. വല്ല ബോംബോ മറ്റോ ആണോ? ബോംബാണ് പൊട്ടട്ടെ ഉസ്മാൻക്ക. അതിന്റെ ഒക്കെ ഇപ്പോ ബൈത്താലം നടക്കാനാവും. അച്ഛാ, എന്താ മോളെ? ഇതാണ് അച്ഛാ ഇനിയുള്ള നമ്മുടെ ആകെ. എന്താ മോളെ ഇത്? ഇത് കൊടുത്തിട്ടെങ്കിലും നമ്മുടെ വീട് നമുക്ക് തിരിച്ചു പിടിക്കണം അച്ഛാ.
സർ, ഇത് ഞങ്ങളുടെ ആകെ കൂടെയുള്ള സമ്പാദ്യമാണ്. ഞങ്ങളുടെ വീടിൻ്റെ ജപ്തിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തി തരണം. നിങ്ങൾ അടയ്ക്കാനുള്ള നിങ്ങൾ അടയ്ക്കും വേണം. നിങ്ങൾ അടച്ചു തീർത്തെങ്കിൽ ബാങ്കിന് നിങ്ങൾ ആധാരം തിരിച്ചു തരാൻ പറ്റുള്ളൂ. ഞങ്ങൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പട്ടിണി കിടന്നുണ്ടാക്കിയ പൊരയും പറമ്പോ ഇവിടെ കൊണ്ടുപോകുന്നത്. അടയ്ക്കാനുള്ള എമൗണ്ട് നിങ്ങൾ അടച്ചു തീർക്കണം. അടച്ചു തീർത്താലേ നിങ്ങൾ ആധാരം നിങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുള്ളൂ. ബാങ്ക് ഗവൺമെൻറ്റിൻ്റെ അതാത് കാലത്തെ നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് ബാങ്കിന് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. എനിക്ക് ഈ പൈസ തിരിച്ചടയ്ക്കാൻ കഴിയൂല. ഞാനിനി എന്ത് ചെയ്യണം? നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല. മോളെ, നമുക്ക് പോവാം. അതെടുത്തോ. നമുക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന് നമുക്കും നോക്കാം. ജീവിച്ച് കൊതി തീർന്നു അച്ഛ. മരിക്കാൻ വേണ്ടിയാണോ ഞങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയേ? അറിയാം മോളെ, എനിക്കറിയാം. എനിക്കും നിങ്ങൾക്കൊക്കെ ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെതായ ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഞാൻ എന്തും ചെയ്യും. നിങ്ങളുടെ കഴുത്ത് ഞെരിച്ചിട്ടായാലും ഞാനത് ചെയ്തിരിക്കും. പോ, എന്റെ മുന്നിൽ നിന്ന് പോ. അച്ഛാ, ഇല്ല, വയ്യ, എനിക്ക് വയ്യ. എനിക്കിനിയും പറയാൻ വയ്യ മക്കളോട്. എനിക്ക് കരയാനേ കഴിയൂ. നമസ്കാരം. പ്രധാന വാർത്തകൾ. കർഷകൻ ആത്മഹത്യ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയോട്. മുഖ്യമന്ത്രിക്കും കളക്ടർക്കും ഗവർണർക്കും ആത്മഹത്യാ ഭീഷണി. ഉടൻ ആത്മഹത്യ ചെയ്യുമെന്നാണ് മാധവൻ കത്തിൽ വ്യക്തമാക്കിയത്. മാധവന്റെ സഹപാഠി പ്രഭാകരൻ വഞ്ചിച്ചു എന്നാണ് പരാതിയിൽ. ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ കുടുംബസമേതം ആത്മഹത്യ ചെയ്യുമെന്ന് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് മാധവൻ വ്യക്തമാക്കി. പ്രസിഡന്റ് ഇല്ല മോളെ? ഉപ്പ ഇവിടെ ഉണ്ട്, വിളിക്ക. ഉപ്പാ, കേറി വരി. അപ്പൊ എന്റെ കാര്യം ജീവിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, എന്റെ മക്കൾക്കും എനിക്കും. നിങ്ങളെ കഥ നമ്മളെ നാട്ടിലെല്ലാവർക്കും അറിയണമായോണ്ട് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ പഞ്ചായത്ത് എന്നുള്ള നിലക്ക് കാര്യമായിട്ടൊരു സഹായം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. പഞ്ചായത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വീടുണ്ട്, സ്ഥലമുണ്ട്. അത് ബാങ്കിൽ വെച്ച് ബാങ്ക് അതിൻ്റെ ജപ്തി നടപടി വന്നുകൊണ്ട് പുതുതായൊരു വീടോ സ്ഥലോ പഞ്ചായത്തിന് അനുവദിക്കാൻ പറ്റാത്ത ഒരു നിസ്സഹായ അവസ്ഥയിലാണ്. സഹായിക്കണമെന്ന് പഞ്ചായത്തിനുണ്ടെങ്കിൽ പോലും നിയമത്തിൻ്റെ വഴിക്ക് ഒരു നിലക്കും പറ്റാത്ത നാട്ടുകാരെ കൂട്ടി ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കി ഒരു പണപ്പിരിവിലൂടെ നിങ്ങൾ ആധാരം തിരിച്ചല്ലാതെ പഞ്ചായത്തിന് മറ്റൊരു മാർഗവും ഇപ്പം കാണുന്നില്ല. നിങ്ങളെ കടം വീട്ടാൻ അർഹതപ്പെട്ട എന്നുള്ള പാവപ്പെട്ട നിങ്ങളെ കടം വീട്ടി നിങ്ങളെ ജീവിതം
തന്നെ നിങ്ങൾ നിരാശയിൽ അകപ്പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങളെ ജീവിതം നിലനിർത്തുക, അതിനുള്ളൊരു മാർഗം നിർദ്ദേശിച്ചു തരിക പഞ്ചായത്തിന്റെ ഒരു ബാധ്യത. ആളെ കൂട്ടി നമുക്കൊന്ന് കൂട്ടായിട്ട് ആലോചിക്കുമ്പോൾ പരിഹാരം ഉണ്ടാവും. ഒറ്റ സുഹൃത്താണ് എന്നെ വഞ്ചിച്ചത്. അതും നാട്ടുകാരനല്ലേനോ? പിന്നെ നാട്ടുകാരെന്നെ സഹായിക്കുവോ? പിന്നെ എനിക്ക് ആരാളുള്ളത്? തീർച്ചയായിട്ടും യാതൊരു പ്രയാസവും വേണ്ട. നമ്മളെ നാട്ടിൽ അറിയുന്ന ആൾക്കാരെ കൊണ്ടേ സഹായിക്കും. തീർച്ചയായിട്ടും ഞാൻ അവിടെ വരാം, എല്ലാവരും കൂട്ടാം. ഈ പ്രശ്നം നമ്മൾ ശരിയാക്കി തരാം. ബുദ്ധിമുട്ടാവേണ്ടിയ കാര്യമില്ലാന്ന്. അത് തീർത്തും ശരിയാക്കാൻ, അതിന് രക്ഷപ്പെടുത്താനുള്ള മാർഗം നമുക്ക് നാട്ടുകാരെ കൂട്ടി ആലോചിക്കുക. അതിന് യാതൊരു പ്രയാസവും വേണ്ട. എന്നാ ഞാൻ പിന്നെ അത് നമുക്ക് ശരിയാക്കട്ടോ. ആ നമ്മൾ ആത്മഹത്യല്ലേ? അയാൾക്കൊരു വിചാരമുണ്ട് മുഖ്യമന്ത്രിക്ക് കത്തയച്ചാ അല്ല ഇന്ന്. ഇനി മൂപ്പർക്ക് എപ്പോഴാ സമയം? അയാൾക്ക് വേറെ എന്തൊക്കെ പണിയുണ്ട്? ഇയാൾക്കൊന്നും വേറെ പണിയില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് മുതൽ MLA വീട് വരെ തരട്ടിയിട്ട് ഇയാൾക്ക് എന്ത് തേങ്ങ കിട്ടി? യാതൊക്കെ തൂങ്ങി ചാവന്നാ നല്ലേ. എന്തിനാ അത് നാട്ടുകാർക്കും വീട്ടുകാർക്കും യാതൊരു കാര്യമില്ലാതെ ഓലെ ബേജാറാക്കാൻ നിൽക്കണേ. 10 മുമ്പകാരും ഇത് പോയി നോക്കണ്ടേ? അതിന് ഭയങ്കര കാണണ്ടേ? ഭയങ്കരാണ്. തൂങ്ങിക്കിടക്കണൊക്കെ പുറത്ത് വെച്ച് കഴിഞ്ഞിങ്ങനെ കിടക്കണ കണ്ടാല് ഈ ആദ്യം ഒരു 4 നാട്ടിലൊക്കെ തൂങ്ങിയാലേ മറ്റുള്ളവർക്കൊക്കെ ഒരു പഠിപ്പാവും. ഇതൊക്കെ പഠിച്ചോൻ കണ്ടറിഞ്ഞു കൊടുക്കണതാ. ഇങ്ങനെ 4 കണ്ടാലേ ഇവർക്കൊക്കെ ഇത് മനസ്സിലാവും, മറ്റുള്ളവർക്കൊക്കെ ഒരു പഠിപ്പാവും. ചാവാൻ നടക്കണോലുണ്ടല്ലോ ഓലൊക്കെ അത് കാണ്ടി. കത്തു ചെയ്ത് നടക്കണോലൊക്കെ അല്ലേ ഓലത് കാണ്ടിയാ. കണ്ടു പഠിക്കണം. ചാവാൻ നടക്കണോലൊക്കെ കണ്ടു പഠിക്കണ്ടിയാ. അതാ വേണ്ടിയേ. ബീരാങ്ക, നിങ്ങള് 4 വട ഒന്ന് പൊതിഞ്ഞു തരി. അതെനിക്ക് കൊണ്ടുവന്നില്ലേ? ഇയാൾക്കൊന്നും വേറെ പണി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് മുതൽ MLA വീട് വരെ തരട്ടിയിട്ട് ഇയാൾക്ക് എന്ത് തേങ്ങ തേങ്ങ? ചാവാൻ നടക്കണോലുണ്ടല്ലോ ഓലൊക്കെ അത് കാണ്ടി. കത്തു ചെയ്ത് നടക്കണോലൊക്കെ അല്ലേ ഇത് കാണ്ടിയാ. കണ്ടു പഠിക്കണം. മരിക്കാൻ വേണ്ടിയാണോ നിങ്ങൾ ഇത്രയും വളർത്തി വലുതാക്കിയേ? മരിക്കണ്ട, 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 മരിക്കണ്ട.
എക്സ്ക്യൂസ് മീ, ഐശ്വര്യ ഡോക്ടർ ഒന്ന് കാണാൻ പറ്റുമോ? ഡോക്ടർ ഒ പിയിലാണ്, കാണാൻ പറ്റുമോയെന്നറിയില്ല. അവിടെയാണ് ഒ പി. ഡോക്ടറെ കാണാൻ പറ്റുമോ മേലെ പോയാൽ? ഒ പിയിലാണെന്നാ പറഞ്ഞത്. കാണാൻ പറ്റുകയാണെ കാണാം, അല്ല അപ്പം എന്ത് ചെയ്യാനാ? സിസ്റ്ററെ, ആ പ്രഭാകരന്റെ ബില്ല് ഞാൻ അടിച്ചിട്ടുണ്ട്. ഈ കത്ത് നടക്കും. ശരി. മാഡത്തിന്റെ അനിയത്തി അശ്വതി കോൺവെക്കേഷൻ കഴിഞ്ഞ നാളല്ലേ വരുന്നത്? അതെ. പോകുന്നില്ലേ വീട്ടില്? ഇല്ല, ഇനി അടുത്ത ആഴ്ച ലീവ്. മാഡത്തിനൊന്ന് കാണാൻ പറ്റുമോ? മാഡം ഒ പിയിലേക്ക് പോയല്ലോ, ഇനിയിപ്പോ കാണാൻ പറ്റില്ല. ചേട്ടാ, ഉഷാറായല്ലോ. കുറവില്ലേ? സിസ്റ്ററെ, എൻ്റെ ബില്ല് ആരാണ് അടച്ചത്? അത് ഡോക്ടറാണ്. ഇതിവിടെ തരാൻ പറഞ്ഞു. ഞാൻ മാധവന്റെ മകൾ ഐശ്വര്യ. അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചത് പ്രതികാരം ചെയ്യാനല്ല, സ്നേഹിക്കാൻ മാത്രമാണ്. അച്ഛൻ്റെ കൂടെ പണ്ട് കണ്ടു മറന്ന മുഖം, അച്ഛൻ്റെ മരണത്തിന് വരെ കാരണമായ മുഖം വീണ്ടും ഇങ്ങനെ കാണാൻ ആഗ്രഹിച്ചില്ല. പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അവരോടൊക്കെ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അറിഞ്ഞോട് എന്താ പറയേണ്ടതെന്ന്. അതല്ല, റാങ്ക് കിട്ടിയ അശ്വതിയുടെ ഇൻ്റർവ്യൂ മാത്രമല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, മാധവൻ്റെ മക്കളുടെ ജീവിതകഥയും കൂടി അറിയാനാണ്. ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു, നിങ്ങൾ താമസിച്ച വീട്ടിലും എല്ലാം പോയിട്ടുണ്ട്. 10-20 വർഷം മുന്നേ ഉള്ളൊരു കഥയല്ലേ. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടുത്തെ നാട്ടുകാർ പറഞ്ഞ് ഞങ്ങൾ കേട്ടു. അപ്പോൾ അതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഞങ്ങൾക്കും ഒരു ആഗ്രഹമുണ്ട്. അന്ന് അച്ഛനും മക്കളും എല്ലാവരും ഒരുപാട് അപമാനിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് അവരൊക്കെ മക്കളുടെ കാര്യത്തിൽ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്. ഒരു നാട് മുഴുവനായിട്ട് അഭിമാനിക്കുന്ന നിമിഷമാണ്. അപ്പോൾ അതൊന്ന് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രം എന്നാണ്. ഒരു ഇൻ്റർവ്യൂ ആയിട്ടൊന്നും കാണണ്ട, കുറച്ച് സമയം ഒന്ന് അല്ലേ നമുക്കൊന്ന് സംസാരിക്കാനൊന്ന് കിട്ടിയാൽ വലിയൊരു. എനിക്ക് മനസ്സിലായി, പക്ഷെ ഒരു സ്റ്റോറി ആയിട്ടുള്ള കഥയൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. ഞാനിപ്പം പഠിച്ചതും റാങ്ക് വാങ്ങിയതെല്ലാം എൻ്റെ ഈ ചേച്ചിക്ക് വേണ്ടി. ഇതൊക്കെ തന്നെ പറഞ്ഞാൽ മതി. ഇതൊക്കെ നമ്മൾ ജസ്റ്റ് ക്യാമറയുടെ മുന്നിൽ ഇതൊക്കെ ഒന്ന് പറയാം. ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു കുട്ടികൾക്കൊക്കെ ഒരുപാട് എന്താ പറയുക, അഭിമാനിക്കാവുന്ന നിമിഷങ്ങളും ഒരു പ്രചോദനമൊക്കെ തന്നെ ആയിരിക്കും. നാടിനൊക്കെ വലിയൊരു കുറച്ച് സമയം അവസ്ഥയിലാണ് ഇപ്പോൾ എല്ലാവരും. അപ്പോൾ ഒന്ന് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു വേഷത്തിലാണെങ്കിൽ നല്ലതാണ്. കാരണം കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്ന് ഞങ്ങളിപ്പോൾ വരുമ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ. ഓക്കെ, ക്യാമറ റോളിംഗ്. അപ്പോൾ ഈ ഒരു സുന്ദര നിമിഷത്തിൽ
വഞ്ചിക്കപ്പെട്ട മാധവന്റെ നിവൃത്തികേട് കൊണ്ട് ജീവിക്കാൻ തന്നെ അദ്ദേഹം ഒരുപാട് പോരാടി. മുഖ്യമന്ത്രിക്ക് വരെ കത്തെഴുതി അദ്ദേഹം കാത്തുനിന്നു. ആളുകൾ അദ്ദേഹത്തെ പരിഹാസനായി നോക്കി നിന്നു. അവസാനം ദാരുണാന്ത്യം. പിന്നീട് സംഭവിച്ചതാണ് ഈ പ്രൈം സ്റ്റോറിയിൽ നമ്മൾ ഇന്ന് കണ്ടത്. ബാങ്ക് ജപ്തി ചെയ്ത വീട് ലേലത്തിന് ആരും പിടിക്കാത്തത് കാരണം നശിച്ചുപോയി. എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്ന അനിയത്തിമാർക്ക് ധൈര്യം കൊടുത്ത് അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച് രണ്ടുപേരെയും നല്ല നിലയിലെത്തിച്ചു. വീട് നഷ്ടപ്പെട്ട ഇവരെ കൊടുത്ത വാക്ക് പാലിച്ച് തന്നാലാവും വിധം സഹായിച്ച പഞ്ചായത്ത് പ്രസിഡന്റിനും ഒരുപാട് നന്ദി. മാധവന്റെ ആത്മാവ് ഇതെല്ലാം കണ്ട് സന്തോഷിക്കുന്നുണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.